ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നതൊരു ഗോതമ്പ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഗോതമ്പ് ഹൽവയാണ്. 4 മണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഗോതമ്പ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം നമുക്ക് ഗോതമ്പ് ഹൽവ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ. എന്നാലാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഗോതമ്പ് ഹൽവ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഗോതമ്പ് പൊടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത്, 1 മുറി തേങ്ങ, ശർക്കര 1 കപ്പ്, അതുപോലെ കാഷ്നട്ടും ആൽമണ്ടും നുറുക്കിയെടുത്തിട്ടുണ്ട്. ആൽമണ്ട് വെള്ളത്തിലെടുത്ത് കുതിർത്തിയിട്ട് നുറുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ആവശ്യമായി. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഇനി. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഗ്യാസ് ഓണായി കൊടുത്താണ്ട് കേട്ടോ. ഈ പാനൊന്ന് ചൂടായി വരണം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ അതിലേക്ക് അരമുറി തേങ്ങ ചിരകി വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്കയും പഞ്ചസാരയോടെയും കൂടി പൊടിച്ച് വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി വറുത്തെടുക്കണം കേട്ടോ. ഈ തേങ്ങയും ഗോതമ്പ് പൊടിയോടെയും കൂടി നല്ലോണം ഒന്ന് ചൂടാക്കി വറുത്തെടുക്കണം. ഇപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. നല്ലോണം വറുത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതാ ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് വറുക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 മിനിറ്റോളം ഇങ്ങോട്ട് വറുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. കാരണം ഇത് പൊടി ആയതുകൊണ്ട് കത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. ഇത് 4 മണി പലഹാരമാണ്. നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലോണം വറുത്തെടുത്താണെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഗോതമ്പ് പൊടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി, തേങ്ങ, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചേക്കും കൂടി നമ്മൾ വറുത്തെടുത്തത് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തേക്കണേ. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ശർക്കര ഉരുകി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശർക്കര നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ അതിൻ്റെ കളറ് ഒരു വൈറ്റ് കളർ പോലെ തോന്നും.
ശർക്കര ഇട്ട് കൊടുക്കുവാനുള്ളതാണ് ഒരു ബ്രൗണിഷ് കളറായിട്ട് തോന്നുള്ളൂ കേട്ടോ. ശർക്കര നല്ലോണം മെൽറ്റാക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ ശർക്കര പാനിലേക്ക് ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. ശർക്കര ഒന്ന് ഉരുകി വറ്റുക കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ അതവിടെ ശർക്കര നല്ലോണം ഉരുകി ശർക്കരപ്പാനി തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഉണ്ടോ, ശർക്കരപ്പാനി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇതിനകത്ത് കരട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു കപ്പിലേക്ക് ഊറ്റിയിട്ട് നമുക്ക് ഇനി അരിച്ച് കൊടുക്കാം കേട്ടോ. അരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റി വെച്ചേക്കണ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത് വെച്ചേക്കണ ഗോതമ്പ് പൊടിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയ്യെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ തിളച്ച് വന്ന് തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനി അതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി കാഷ്നട്ടും ആൽമണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചാണ് ഇട്ട് കൊടുക്കണുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരണം കേട്ടോ. നല്ലോണം പാനിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഇങ്ങനെ വിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ പാകമായി എന്ന് പറയണേ. കണ്ടോ, ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഹലുവ. ഞാൻ ഈ ഒരു ബൗളാണ് ഇവിടെ എടുത്തേക്കണേ. ഞാൻ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഹലുവ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകണം കേട്ടോ. എന്നാലാണ് കൃത്യ ഒരു ആകൃതിയിൽ കിട്ടുള്ളൂ. ഇതിനിങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഫില്ലായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒതുക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗോതമ്പ് ഹൽവ ഇവിടെ മുറിച്ച് വിടുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.